ഹായ് ഡിയർ ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണോ നിങ്ങൾ? വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നമ്മുടെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയി നടത്തുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാം. അവിടെ വന്ന് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് വളരെ സിമ്പിളായി സംസാരിക്കാം. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ തുടക്കക്കാർ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നു അതേ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തതാണെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ചിലത് പങ്കുവെക്കുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തെക്കുറിച്ചാണ് ചിലത് പങ്കുവെക്കാൻ പോകുന്നത്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ടുഡേ ഐ ആം ഷെയറിങ് സംതിങ് അബൌട്ട് മൈ വില്ലേജ്. ടുഡേ, ഇന്ന്, ഞാൻ ഷെയറിങ് സംതിങ് അബൌട്ട് മൈ വില്ലേജ്, എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് ചിലത് പങ്കുവെക്കുകയാണ്. ഓക്കെ. സെക്കൻഡ് ആയിട്ട്, ഐ ലിവ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. ഐ എം ഗോയിങ് ടു ഡിസ്ക്രൈബ് about the village, or I'm going to describe what makes it more unique from other villages. ഞാൻ ആ ഒരു വില്ലേജിൻ്റെ മനോഹാരിതയെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഐ ലിവ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. ലിവ് എന്ന് പറയുകയാണെങ്കിൽ ജീവിക്കുന്നു, സോ അല്ലെങ്കിൽ താമസിക്കുന്നു. അപ്പം ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസ്, മൈ വില്ലേജ് നെയിം ഇസ് വലിയോറ. എനിത്തിങ്, നമുക്ക് നമ്മുടെ സ്വന്തം നാടിൻ്റെ ഏത് പേര്, ലെറ്റ് ഇറ്റ് ബി ഉള്ളിയേരി, ലെറ്റ് ഇറ്റ് ബി അത്തോളി, ലെറ്റ് ഇറ്റ് ബി എനി അതർ പ്ലേസ് ഇൻ എനി ഡിസ്ട്രിക്ട് ഓഫ് കേരള, ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ സോ ആൻഡ് സോ, സച്ച് ആൻഡ് സച്ച് ഒരു സോ ആൻഡ് സോ പേര്. സോ ഹിയർ ഇറ്റ് ഇസ് വയലോര അല്ല വലിയോര. അപ്പോൾ അല്ലാതെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. എൻ്റെ വില്ലേജിൻ്റെ പേര് ഇതാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് വലിയോറ എന്നാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് വലിയോറ എന്നാണ്. എൻ്റെ ഗ്രാമത്തിലെ ജനസംഖ്യ ഏകദേശം 1000 ഏകദേശം 1000-ലധികം ആളുകൾ, അല്ലെങ്കിൽ ഏകദേശമാണ്, ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. അപ്പോൾ ഏകദേശമൊക്കെ എത്ര ആൾക്കാർ അവിടെ ഉണ്ടാവും അല്ലേ? സോ ഹൗ വി വിൽ ടെൽ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? ഏകദേശം. അപ്രോക്സിമേറ്റ് ഇസ് അനദർ വേർഡ് വി ക്യാൻ യൂസ് ഫോർ ഏകദേശം. ആൻഡ് നമ്മളത് കാഷ്വൽ ആയിട്ട് പറയുമ്പം വി കുഡ് യൂസ് അറൗണ്ട്. ഏകദേശം ഒരു റൗണ്ട് കണക്ക്, ഒരു നമുക്ക് ഏകദേശമുള്ള ഒരു കണക്ക് പറയും അറൗണ്ട് എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഇനി വേറെ എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? അപ്രോക്സിമേറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. സോ എൻ്റെ ഗ്രാമത്തിലെ ജനസംഖ്യ ഏകദേശം 1000. ദ പോപ്പുലേഷൻ ഓഫ് മൈ വില്ലേജസ് അറൗണ്ട് 1000. ദ പോപ്പുലേഷൻ, ജനസംഖ്യ, ഓഫ് മൈ വില്ലേജ്, ഗ്രാമത്തിലെ, ഇസ് അറൗണ്ട് 1000. ഏകദേശം 1000. ഇനി അഞ്ചാമത്തതാണ്, ഇവരിൽ ഭൂരിഭാഗവും ജോലിക്കാരാണ്. സോ അവിടുത്തെ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ പോപ്പുലേഷനിലുള്ളവരെല്ലാവരും എന്താണ്? ജോലിക്കാരാണ്. ദേ ഓൾ ഹാവ് സം മോർ അതർ ജോബ്സ് ടു ഡു. എന്തൊക്കെയോ അവർക്ക് ചെയ്യാനുണ്ട്. സോ മേ ബി ദേ ആർ എംപ്ലോയിഡ് ഇൻ സം എനി അതർ ഫേംസ് ഓർ എനി വൺ ഓഫ് ദ ഫേംസ് ഓവർ ദ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? മോസ്റ്റ് ഓഫ് ദെം ആർ എംപ്ലോയിഡ്. മോസ്റ്റ് ഓഫ് ദെം ആർ എംപ്ലോയീസ്. മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മോസ്റ്റ് പോലെ തന്നെയാണ് മെജോറിറ്റിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, മോസ്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും, ഇഫ് യു ക്യാൻ സേ ലൈക്ക് ഇറ്റ്, ഇന്ന് മഴ പെയ്യും. സോ നമുക്ക് പറയാം മോസ്റ്റ് പ്രോബബ്ലി ദർ ആർ ചാൻസസ് ഫോർ റെയിൻ ടുഡേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഐ വിൽ ബി ഗോയിങ് ദർ. മേ ബി ഞാൻ എന്തായാലും ഏറ്റവും കൂടുതൽ സാധ്യത അതിനാണ്. സോ അതേപോലെ മോസ്റ്റ് ഓഫ് ദെം ആർ എംപ്ലോയീസ്. അവിടെ കൂടുതലായിട്ടുമുള്ളവരെന്താണ്? എംപ്ലോയീസ് ആണ്. മൈ വില്ലേജ് ഇസ് വെരി ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. മൈ വില്ലേജ് ഇസ് വെരി ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. എൻ്റെ ഗ്രാമം വളരെ ക്ലീൻ, അതായത് വളരെ വൃത്തിയുള്ളതും മനോഹരവുമാണ്. വളരെയധികം വൃത്തിയുള്ളതും മനോഹരവുമാണ് എന്ത്? എൻ്റെ വില്ലേജ്. അടുത്ത വേർഡ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ, ദ റോഡ്സ് ആർ ക്ലീൻ ആൻഡ് പേവ്. ദ റോഡ്സ് ആർ ക്ലീൻ ആൻഡ് പേവ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ, അതായത് ഈ വില്ലേജിലെ റോഡ്സൊക്കെ വളരെ വൃത്തിയുള്ളതും കല്ലിട്ടതുമാണ്. അല്ലെങ്കിൽ റോഡുകൾ വൃത്തിയുള്ളതും കല്ലിട്ടതുമാണ്. പേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലിട്ടത്. ഓക്കെ. അതിമനോഹരമായ ഒരു ശിവക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ അതിമനോഹരമായ ഒരു ടെമ്പിൾ. എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. യു ക്യാൻ ടെൽ എനി അതർ ലാൻഡ്മാർക്സ്. ഓക്കെ. സോ അതെങ്ങനെയാണ് പറയുക നമ്മൾ ഇംഗ്ലീഷിൽ? It has a beautiful temple of Lord Shiva. ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം.
ഒരു ബ്യൂട്ടിഫുൾ ലോർഡ് ശിവയുടെ ടെമ്പിൾ ഉണ്ട്. ദർ ഇസ് എ സ്കൂൾ ഇൻ മൈ വില്ലേജ് വേർ ഓൾ ചിൽഡ്രൻ ഗോ ടു സ്റ്റഡി. പിന്നെ എന്താ പറയുന്നത്, ആ വില്ലേജിൽ, ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിൽ എന്തുണ്ടെന്നാ പറയുന്നത്, ഒരു സ്കൂളുണ്ട്. ദർ ഇസ് എ സ്കൂൾ ഇൻ മൈ വില്ലേജ്. അവിടെ എന്താ സംഭവിക്കുക? അപ്പോൾ അവിടെ ഒരു കോമ കണ്ടില്ലേ? നിങ്ങൾ കോമ കാണുന്ന സമയത്ത് യു ഹാവ് ടു പോസ്. നമ്മൾ പറയുന്ന സമയത്ത് പോസ് ചെയ്യുന്നത് പോലെ അവിടെ പോസ് ചെയ്യണം. അതേപോലെ വെർ ഓൾ ചിൽഡ്രൻ ഗോ ടു സ്റ്റഡി. ആ വില്ലേജിലെ എല്ലാ കുട്ടികളും ആ സ്കൂളിലാണ് പോയി പഠിക്കും. സോ എല്ലാ കുട്ടികളും ആ സ്കൂളിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ് ടുഗെദർ. ഞങ്ങൾ സെലിബ്രേറ്റ് ആഘോഷിക്കുന്നു, ഫെസ്റ്റിവൽസ് ആഘോഷങ്ങൾ. എങ്ങനെയാണ്? ടുഗെദർ ഒരുമിച്ച്. അപ്പം എങ്ങനെയാണ് പറയുന്നത്? ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരുമിച്ചാണ് ആഘോഷം. എവ്രിബഡി ഹെൽപ്സ് ഈച്ച് അതർ ഇൻ ഹാർഡ് ടൈം. ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകതയായിരിക്കും അല്ലേ അത്, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കും. നിങ്ങൾ പുറത്ത് നിൽക്കുന്നവർക്കായാലും അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ മലയാളികൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും. സോ സിമിലർലി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഹാർഡ് ടൈംസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വളരെയധികം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. മൈ വില്ലേജ് ഗിവ്സ് അസ് എ പീസ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ലൈഫ്. എൻ്റെ വില്ലേജ് എന്താണ്? ഒരു വളരെ സമാധാനപരവും അനുഗ്രഹീതവുമായ ജീവിതം നൽകുന്നു. അപ്പം ഇത്രയാണ് ഇന്നത്തെ സെഷനിലെ 12 സെഷൻ. അപ്പം നിങ്ങളിത് ചെയ്തിട്ട് എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം, പ്രാക്ടീസ് ഗ്രൂപ്പിൽ. ഓക്കെ. ഇതുപോലെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ആയി നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കില്ലല്ലോ. ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യാം. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാത്രി 7 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.